കിട്ടാതെ വീട്ടിൽ ഒരു നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഒരൽപ്പം പഞ്ചസാര വാങ്ങിക്കാൻ പലചരക്ക് കടയിൽ പോകുന്ന പെൺകുടിയെ അവളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന 12 വയസ്സുകാരനായ ഒരു ബാലൻ, ജീവിതത്തിന്റെ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത, സത്യാസത്യ വിവേചനം പോലും നടത്താൻ കഴിയാത്ത 12 വയസ്സുകാരനായ ഒരു ബാലൻ പഞ്ചസാരയും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന പുള്ളി പാവാടക്കാരിയെ കടന്നു പിടിച്ചു ബഹളം വെക്കുമ്പോൾ അവളെ വായി കൂട്ടിപ്പിടിച്ച് അവസാനം ആ പെൺകുടിയുടെ മാനം മുഴുവനും കവർന്നെടുത്തിട്ട് അവളെ കൊണ്ടുപോയി അടുക്കളയുടെ സ്ലാബിന്റെ കീഴിൽ കൈകാലുകൾ വെട്ടിയെരിഞ്ഞിട്ട് ചാക്കിന്റെ ഉള്ളിൽ കെട്ടിവെക്കാൻ മാത്രം ഒരു 12 വയസ്സുകാരൻ ബാലൻ പോലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിന്റെ ചുവരെഴുത്തുകൾ ഇതിനേക്കാൾ പറ്റിയ ഒരു വാർത്ത നമുക്ക് പറയാനില്ല. ഉണ്ടോ? പറയാനുണ്ടോ? പറയാനില്ല. 12 വയസ്സുകാരന്റെ മുന്നിലൂടെ, വേണ്ട 10 വയസ്സുകാരന്റെ മുന്നിലൂടെ 2 വയസ്സുകാരി പെണ്ണാണെങ്കിൽ അവൾക്ക് ഇഴഞ്ഞു നടക്കാൻ പോലും ധൈര്യം വരാത്ത കാലം ഈ സമൂഹം ചെയ്തു കൂട്ടുന്ന ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് പോവുക? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റയിൽ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഒരു കേസെത്തി. കേസ് എന്താണെന്നറിയുമോ? മകളാണ് പിതാവിനെതിരെ കേസ് കൊടുക്കുക. 33 വയസ്സുകാരിയായ മകൾ പിതാവിനെതിരെ, 62 വയസ്സുകാരനായ പിതാവ്, 33 വയസ്സുകാരിയായ യുവതി മകൾ പിതാവിനെതിരെ കേസ് കൊടുക്കുന്നു. എന്റെ പിതാവ് എന്നെ മാനഭംഗം ചെയ്യാൻ ശ്രമിക്കുന്നു, എനിക്ക് സംരക്ഷണം നൽകണം. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കേസെത്തി. പിതാവിനെ പ്രതിക്കൂട്ടിൽ കയറ്റി വിചാരണ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിന്റെ മുന്നിൽ നിന്നിട്ട് 62 വയസ്സുകാരനായ തന്റെ മകളെ സദാചാരം പഠിപ്പിച്ചു കൊടുക്കേണ്ട പിതാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ, കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എന്റെ മകളും തമ്മിൽ അവിഹിതമായ ബന്ധമുണ്ട്. ഇപ്പോൾ അവൾ ചില ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ എന്നെ കോടതി കയറ്റിയതാണ്. ബഹുമാനപ്പെട്ട കോടതി ഇത് മനസ്സിലാക്കണമെന്ന് ഫസ്റ്റ് ജുഡീഷ്യൽ ഒരു ന്യായാധിപന്റെ മുന്നിൽ ചേംബറിൽ വെച്ചുകൊണ്ട് ഞാനും എന്റെ മകളും തമ്മിൽ 12 വർഷമായി വടിവിട്ട ലൈംഗികതയുണ്ട് എന്ന് ഒരു പിതാവ് പോലും തെളിച്ചു പറയുന്ന ഒരു കാലത്തിലേക്ക് ഈ സമൂഹം മാറുമ്പോ സമകാലീന കേരളമേ ലജ്ജിക്കുക. നമ്മുടെ സമൂഹത്തിന്റെ ദുരന്ത ചിത്രങ്ങളാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുവത ചെയ്തു കൂട്ടുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി യുവത ചെയ്തു കൂട്ടുന്ന, എന്തിനേറെ യുവതികളും യുവാക്കളും അടങ്ങുന്ന സമൂഹം കുറെ കാലങ്ങൾക്ക് മുമ്പ് ക്യാമ്പസുകളെ പ്രണയത്തിന്റെ പൂവിട്ട് മുട്ടിട്ട് കൊണ്ടുവന്ന് ക്യാമ്പസിലെ പ്രണയം മുട്ടിട്ട് ആ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അവൻ അന്യസമുദായക്കാരനും കീഴ്ജാതിക്കാരനും ആയതിന്റെ പേരിൽ സ്വന്തത്തിന്റെ പിതാക്കന്മാര് വിവാഹം നടത്താൻ ധൈര്യപ്പെടാത്തപ്പോ മറ്റൊരാളുമായി വിവാഹം കഴിച്ച് സ്വന്തം കാമുകന്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹത്താൽ സ്വന്തം കഴുത്തിൽ മിന്നുകെട്ടിയ ഭർത്താവിനെ മൂന്നാറിലേക്ക് വിനോദയാത്രയുടെ പേരും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൂട്ടിയിട്ട് വാടക കൊലയാളിയെ സ്വന്തം കാമുകന്റെ കയ്യിൽ സ്വന്തം ഭർത്താവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തം മൊബൈൽ ഫോണിലൂടെ സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള ഇടം കാട്ടിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണത പതിക്കുമ്പോ വിനോദയാത്രയുടെ പേരും പറഞ്ഞ് ഭാര്യയുടെ തൊട്ടടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഭാര്യയുടെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ രഹസ്യ കാമുകന്റെ സഹായത്തോടെ കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തുന്ന യുവതികളുടെ കാലം വരുമ്പോ ഈ ലോകം വരുന്ന ഏറ്റവും വലിയ വിപത്തിലേക്കാണ് ഇത് ചൂണ്ടിക്കൊണ്ടുപോവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത് എന്തിനാണെന്ന്. ഒരു നേരം മദ്യപിക്കാനുള്ള കാശിന് വേണ്ടി പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളുന്ന യുവാക്കളുടെ കാലം. അതിലുമുണ്ടാകും മുസ്ലിം ചെറുപ്പക്കാർ. അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ട്. ഏത് കാര്യം എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ പേരുണ്ടാവും, അല്ലേ? ഏത് കാര്യം എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ പേര്. ഏത് പെൺവാണിപ്പ് എടുത്താലും ബറക്കത്തിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ ഒരു ബിസ്മി പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ. ഏതിലായില്ലാത്തത്? കടവന്ത്ര പെൺവാണിപത്തിലുണ്ട്, കിളിരൂര് പെൺവാണിപത്തിലുണ്ട്, വിതുര പെൺവാണിപത്തിലുണ്ട്, പിന്നെ ഇപ്പൊ അടുത്ത് നടന്നേതാ കവിയൂര് പെൺവാണിപത്തിലുണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഓരോ സൂര്യനിലെ കാര്യം പിന്നെ പറയേണ്ട, ഒരു ജുമൈക്കുള്ള ആളുണ്ട് അതിനകത്ത് 40 പേരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുമ്പോ
ഈ ഒരവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും സദാചാര തകർച്ചയുടെ, നിലവാര തകർച്ചയുടെ, മദ്യവും മയക്കുമരുന്നും ഹശീഷും ഗഞ്ചാവുമൊക്കെ ബസിന്റെ സീറ്റിന്റെ അടിയിൽ ഒളിച്ചു കൊണ്ടുവരുന്ന ഗഞ്ചാവുമായി പിടിച്ചു വെക്കുന്ന യുവാവ്, ആ യുവാവ് 23 വർഷക്കാലമായി ഗഞ്ചാവിന്റെ അടിമയാണെന്ന് പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തുമ്പോ കൂടുതൽ പത്രമാധ്യമങ്ങളുടെ സകലങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടി നടത്തപ്പെടുന്ന ഈ മതപ്രഭാഷണത്തിന്റെ വേദിയിൽ, ഈ മജ്‌ലിസുൽ ഇൽമി നാം ഒരുമിച്ച് കൂടുമ്പോ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഇരിക്കുമ്പോ, ഇതേപോലെ കോരിച്ചൊരിയുന്ന ഒരു മഴ പെയ്താൽ ആ മഴത്തുള്ളികൾ മുഴുവനും ഇരിക്കുന്ന മനുഷ്യന്റെ തലയിലൂടെ, റിസാലത്തിന്റെ ശരീരത്തിന്റെ തലമുടിയിലൂടെ ആ മഴത്തുള്ളികൾ മുഴുവനും ചോർന്നൊലിക്കുന്ന മദീനത്തെ പള്ളിയിലിരുന്ന് ഇതുപോലൊരു ചോർന്നൊലിക്കുന്ന മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികൾ മുഴുവനും അവിടുത്തെ റിസാലത്തിന്റെ തലമുടിയുടെ രോമങ്ങളിലൂടെ താഴെ കൊലിച്ചൊടുക്കുന്ന മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിലിരുന്നിട്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, കൈഫ അന്തും ഇദാ തഗാ നിസാഉകും വഫസക ശബാബുകും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു തന്റെ അനുചരന്മാരോട്, 21-ാം നൂറ്റാണ്ടിലല്ല, 20-ാം നൂറ്റാണ്ടിലല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ തന്റെ മുന്നിലിരിക്കുന്ന അനുചരന്മാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട അനുചര വൃന്ദമേ, കൈഫ അന്തും, നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവുന്നില്ല. ഏത് സമയത്തും തന്റെ സമൂഹത്തെ കുറിച്ച് ചിന്തിച്ച പ്രവാചകൻ തന്റെ അനുയായി വൃന്ദത്തെ കുറിച്ച് ഏത് സമയത്തും പതിതമായ മനസ്സോടെ ചിന്തിച്ച പ്രവാചകൻ ചോദിക്കുന്നു, കൈഫ അന്തും, എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങളുടെ അവസ്ഥ എന്താ? ഇദാ തഗാ നിസാഉകും വഫസക ശബാബുകും. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എനിക്ക് പിറകെ ഒരു കാലം വരാനുണ്ട്. ഇദാ തഗാ നിസാഉകും, എന്റെ സമൂഹത്തിലെ പെണ്ണുങ്ങളെല്ലാം അഹങ്കാരികളായി കഴിഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ യുവതികൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ, അള്ളാന്റെ പ്രവാചകൻ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് തഗാ നിസാഉകും, ഈ സ്ത്രീകൾ മുഴുവൻ അഹങ്കാരികളായി കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആൻ തഗ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതാരെ കുറിച്ചെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയും സർവാധിപതിയും സ്വേച്ഛാധിപതിയുമായി സ്വന്തം ചമഞ്ഞ ഈ ലോകത്തിന്റെ സർവാധിപതിയായ റബ്ബ് ഞാനാണെന്ന് വീരവാദം മുടക്കിയ അനല്ലദീ മുൽക്കു മിസ്റ, ഞാനാണ് മിസ്റിന്റെ സർവാധിപതി എന്ന അവകാശവാദം മുടക്കിയ വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ മിസ്റിന്റെ നൈൽ നദി പോലും ചലിക്കുന്നത് എന്റെ ചൂണ്ടുവിരലിന്റെ കൽപ്പനത്തിന് അനുസൃതമായിട്ടാണെന്ന് വീരവാദം മുടക്കിയ ലോകത്തിലെ ഏറ്റവും ഒരു അഹങ്കാരിയായ ഫിറഔൻ ഉണ്ടല്ലോ, ആ ഫിറഔനിനെ കുറിച്ച് വിശേഷിപ്പിക്കാനാണ് ഖുർആൻ ഈ പദം ഉപയോഗിക്കുക. ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ, ഈ ഫിറഔൻ ഏറ്റവും വലിയ അഹങ്കാരിയായി. തഗ എന്ന് പറയുന്ന പദം ഫിറഔനിനെ കുറിച്ചാണ് ഖുർആൻ പറയുക. എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ പ്രതീകമാവുക, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ വഴിവിട്ട് അഹങ്കരിക്കുന്നവർക്ക് കുറിച്ചാണ് ഈ പദം ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതേ പദം കടമെടുത്ത് പറയുകയാ, ഇദാ തഗാ നിസാഉകും, ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങളെല്ലാവരും അഹങ്കാരികളായാൽ, സമ്പത്തിനൽപ്പം കുമിഞ്ഞുകൂടി കഴിയുമ്പോ ഭർത്താവ് മണലാരുണ്യത്തിന് പോയിട്ട് പാടുപെട്ടിട്ടുണ്ടാക്കുന്ന പെട്രോളറിന്റെ ഉച്ചിത്തം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടുമ്പോ ഭർത്താവ് തന്റെ ശരീരത്തിന്റെ രക്തം മുഴുവനും വിയർപ്പാക്കിയിട്ട് ഏതോ അറബിയുടെ മുന്നിൽ പോയി അട്ടാങ്ങ പ്രണാമം ചെയ്തിട്ട് അവൻ അയച്ചു കൊടുക്കുന്ന കാശ് മുഴുവനും, ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് അത് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിലൂടെ ഉടുതുണിയുടെ പോലും മറക്കാട് നിറഞ്ഞു നടക്കുന്ന മുസ്ലിം പെണ്ണിന്റെ കാലം വന്നാൽ അള്ളാന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങൾ അഹങ്കരിക്കുന്ന ഒരു കാലം വരുമ്പോ ആ സമയത്ത് ഈ സമൂഹത്തിന്റെ ജീർണാവസ്ഥ എന്താ? ലോകത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാപനങ്ങളുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മംഗലാപുരമുണ്ട്. ധാരാളം ഇസ്ലാമിക സ്ഥാപനങ്ങളുള്ള, ഇസ്ലാമിക പരിതസ്ഥിതിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാ.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള വനിതാ പ്രസിദ്ധീകരണത്തിന്റെ വാർത്തയാണ് ഈ പറയുക. അത്രത്തോളം മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇസ്ലാമിക ഷിആറോടെ ചിഹ്നങ്ങളോടെ ജീവിക്കുന്ന മംഗലാപുരത്ത് അവിടുത്തെ വൈകുന്നേരം എങ്ങാനും അവിടുത്തെ ക്യാമ്പസുകൾ എന്ന് വിട്ടുകഴിയുമ്പോ മംഗലാപുരത്തിന്റെ ദേശീയ പാതയിലൂടെ രണ്ട് പുരുഷന്മാരുടെ നടുവിൽ ബോയ് ഫ്രണ്ട് എന്ന ഓമന പേരും പറന്ന് ആ രണ്ട് പുരുഷന്മാരുടെ ഇരു ചുമലുകളിലൂടെ തന്റെ രണ്ട് കരങ്ങളും ചേർത്ത് വെച്ച് ഉടുത്തിരിക്കുന്ന ടീഷർട്ടിന്റെ മുകളിൽ ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായിട്ട് എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ സ്ത്രീകളുടെ കാലം വന്നാൽ അള്ളാന്റെ പ്രവാചകൻ പറയുന്നതിന്റെ 21-ാം നൂറ്റാണ്ടിലെ വിവക്ഷയിതാ ഉടുത്തിരിക്കുന്ന ടീഷർട്ടിന്റെ മുന്നിൽ ആ ടീഷർട്ടോ അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്തു നിന്നാൽ അകം കാണാം. ആ ടീഷർട്ടിന്റെ മുന്നിൽ പരസ്യമായിട്ട് ഈ വസ്ത്രത്തിന്റെ അടിയിൽ ഞാൻ പരിപൂർണ നഗ്നയാണ് എന്ന് പരസ്യമായിട്ട് എഴുതിക്കൊണ്ട് നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ കന്യകമാരുടെ കാലം വന്നാൽ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പന്തനക്ഷത്ര ഹോട്ടലുകളിൽ സുഖം തേടി അലയുന്ന കടൽ കടന്നെത്തുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു പോയൊരു സമൂഹം എന്നെ ശ്രമിക്കുന്ന എന്റെ വേളാവൂരിലെ പെങ്ങന്മാരോട് ആ ഒരു സമൂഹം നിങ്ങളാണോ എന്ന് മനസ്സിലെത്തി ചിന്തിക്ക്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരൽപ്പം സമ്പത്ത് വന്നങ്ങട് കുമിഞ്ഞുകൂടി കഴിയുമ്പോ ഇത്രയും നാള് ചെറ്റക്കുടിൽ കിടന്നുറങ്ങിയിട്ട് പാതിരാത്തിൽ ഇതേപോലെ കോരിച്ചൊരിയുന്ന മഴയത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ചിരട്ട കൊണ്ട് തറയിൽ നിന്ന് വെള്ളം എത്തിക്കളഞ്ഞിട്ട് തടപ്പായിൽ കിടന്നുറങ്ങിയ സമൂഹം, ദാരിദ്ര്യത്തിന്റെ നെരിപ്പോട് കണ്ട സമൂഹം, ഏടോ ഒരു മനുഷ്യൻ ഗൾഫിൽ പോയിട്ട് അല്പം പൈസ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ആളുകളായി മാറുന്ന മുസ്ലിം പെങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുകയാ, ഇതാ തൊഹാനിസാവുക്കും, ഈ സമൂഹത്തിന്റെ പെണ്ണുങ്ങൾ അതിർവരമ്പങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകൻ പറയുന്നു, ഫസക ശബാബുക്കും, ഈ സമൂഹത്തിന്റെ യുവാക്കൾ പാപത്തിന്റെ അടിമകളായി കഴിഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ യുവാക്കൾ പാപങ്ങളുടെ അടിമകളായി കഴിഞ്ഞാൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇന്റർനെറ്റ് കഫേകളുടെയും സൈബർ കഫേകളുടെയും മുന്നിൽ പോയിട്ട് അവിടെ പോയി ഇന്റർനെറ്റ് കഫേകൾ നിയോൺ ബൾബുകളുടെ അരണ്ട വെളിച്ചത്തിൽ പോയിരുന്നിട്ട് പാതിരാത്രി മുഴുവനും പകലാക്കി മാറ്റുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ചൊല്ലുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവാധിനാഥനായ റബ്ബിന്റെ സർവാധിപത്യം അംഗീകരിക്കാൻ വേണ്ടി അശ്ഹദു അല്ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അതിന്റെ ചിഹ്നമായി റബ്ബിന്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കേണ്ടതിന്റെ ചൂണ്ടുവിരല്, ഈ ചൂണ്ടുവിരൽ അല്ലാഹുവിന്റെ യജമാനന്റെ മുന്നിൽ നിന്റെ സാക്ഷിപത്രമായി ഉയർത്തി കാണിക്കേണ്ട ചൂണ്ടുവിരല്, അത്തഹിയാത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ അനുസരണയോടെ ഉയർത്തേണ്ട ചൂണ്ടുവിരല്, ഓ ചൂണ്ടുവിരലുമായിട്ട് ഇന്റർനെറ്റ് കഫേകളുടെ .കോമുകളുടെ ബട്ടണുകളിൽ വിരലമർത്തിയിട്ട് ലോകത്തുള്ള 140 രാഷ്ട്രങ്ങളിൽ ഏതൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും അത് മുഴുവനും ചൂടൻ വെബ്സൈറ്റുകളിലൂടെ കണ്ടുകൊണ്ട് രസിച്ചു മതിച്ച് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഓണത്തിന്റെ സീസണായി കഴിയുമ്പോ മദ്യമാരോ ഹലാലാക്കിയതുപോലെ ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ പോയി തള്ളുകൂടിയിട്ട് ഒരു കുപ്പി മദ്യത്തിനു വേണ്ടി തിക്കും തിരക്കും കൂടി സ്വന്തം സമുദായത്തിൽപ്പെട്ട സഹോദരന്റെ പള്ളയിലേക്ക് കത്തിക്കിരുകി കയറ്റിയിട്ട് ചൊരുക്കുന്ന കല്ലും മയക്കും കറുപ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊടുപ്പും ചിദാനന്ദവെത്തിക്കും മറ്റെന്ത് വേണം എന്ന മുദ്രാവാക്യവുമായി ബാർ ഹോട്ടലുകളുടെ മുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, 14 നൂറ്റാണ്ട് മുമ്പ് എന്റെയും നിങ്ങളുടെയും മുത്തായ ഹബീബ് നെഞ്ചത്ത് കൈവച്ച് പറയുകയാ, പടച്ചറബേ എന്റെ സമുദായം ഇതേപോലെ ദുഷിച്ചു പോകുന്നൊരവസ്ഥ വന്നാൽ ഓരോ മഹല്ലുകളിലും ഈ ചെറുപ്പക്കാരുടെ വലിയ വിപത്തിന്റെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ സമൂഹത്തിന്റെ ദുരവസ്ഥ എന്താന്നോർത്തിട്ട് എന്റെ കൽബ് പിടയുകയാണെന്ന് റൂഹി ഫിദാ
നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ തന്റെ ക്രാന്തദാർശികഗതിയുടെ അകക്കണ്ണുകൊണ്ട്, ആറാം ഇന്ദ്രിയത്തിന്റെ അകക്കണ്ണുകൊണ്ട് കാണുമ്പോ മുമ്പിൽ നിൽക്കുന്ന സഹാബാക്കൾ വിളിച്ചു ചോദിക്കുന്നു, നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് യുവാക്കളായ സഹാബാക്കൾ ഇരിക്കുകയാ. ആരാ യുവാക്കളുടെ പ്രതീകമെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള വീരന്മാരായ സഹാബാക്കളാണ്. അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ യുവാക്കളാ. അലിയുൽ മുർത്തള ചോദിക്കുന്നു, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഇതുപോലൊരു സമൂഹം ഈ ലോകത്ത് വരുമോ നബിയേ? അത്ഭുതത്തോടെ ചോദിച്ചു പോയി സയ്യിദുനാ അലിയുൽ മുർത്തള. അലി റളിയല്ലാഹു തആല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാ വിശ്വസിക്കാൻ കഴിയുക? നബിയെ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു സമൂഹം വരുമോ നബിയെ? ഇത്രയ്ക്ക് ഗതികെട്ടൊരു സമൂഹം. കാരണം അലിയുൽ മുർത്തള ഈ നൂറ്റാണ്ട് കണ്ടില്ല. അലിയുൽ മുർത്തള 21-ാം നൂറ്റാണ്ടിന്റെ ഈ ജീർണതയുടെ സമൂഹത്തെ കണ്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയല്ല. അലിയുൽ മുർത്തളാക്ക് പഞ്ചേന്ദ്രിയം, അള്ളാന്റെ പ്രവാചകന് 6-ാം ഇന്ദ്രിയം, the sixth sense, 6-ാമതൊരു ഇന്ദ്രിയം. അതിന്റെ അകക്കണ്ണുകളിലൂടെ ഈ അഭൂതീക ലോകത്തിന്റെ, അനന്യ സാധാരണ ലോകത്തിന്റെ അതീവ രഹസ്യങ്ങൾ പോലും അകക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ പ്രവാചകൻ പറഞ്ഞു, വരാനിരിക്കുന്ന ഒരു കാലം പെണ്ണുങ്ങൾ മുഴുവൻ അഹങ്കാരികളാകുന്ന കാലം, യുവാക്കൾ മുഴുവനും പാപത്തിന്റെ അടിമകളാകുന്ന കാലം. അലിയുൽ മുർത്തളാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു പോയി, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുമോ നബിയേ? മദ്യപിച്ച് മതോന്മത്തരായി ചരസിന്റെയും ഗഞ്ചാവിന്റെയും അടിമകളായി ശപിക്കപ്പെട്ടൊരു സമൂഹം വരുമോ നബി? അങ്ങനെ അലിയുൽ മുർത്തളാക്ക് എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ കഴിയുക? കാരണം അലിയുൽ മുർത്തള യുവാക്കളുടെ പ്രതിനിധിയാണ്. കിസ്റായുടെയും കൈസറിന്റെയും കൊട്ടാരത്ത്, ഖൈബറിന്റെ കൊട്ടാരത്ത് മുഴുവനും കിടകിടാ വിറപ്പിച്ച അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ കലൈതി ഗാബത്തിൻ കരീഹിൽ മൻളറ ഉകീലുകും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായി ഖൈബറിന്റെ മണൽ കോട്ടകളെ കിടുകിടാ വിറപ്പിച്ച, ഖൈബറിന്റെ മണൽ തരികളെ കിടുകിടാ വിറപ്പിച്ച സയ്യിദുനാ അലിയുൽ മുർത്തള. മദ്യപിച്ച് മതോന്മത്തരാകുന്ന ഒരു സമൂഹം വരുമെന്ന് കേട്ടപ്പോ അലി റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാ. കാരണം അലിയുൽ മുർത്തളാന്റെ മദ്യത്തിനോടുള്ള നിലപാടെന്താ? മദ്യത്തിനോടുള്ള അലിയുൽ മുർത്തളാന്റെ നിലപാടെന്താ? ഒരു പട്ടി ഒരു നാട്ടിലൂടെ, ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കള്ളു കുടിച്ചിട്ട് ഒരു മനുഷ്യൻ വലിച്ചെറിഞ്ഞ കുപ്പി എങ്ങാനും മണ്ണിലോട്ട് ചെരിഞ്ഞു വീണിട്ട് ആ കുപ്പിയിലുണ്ടായിരുന്ന മദ്യത്തിന്റെ അവശിഷ്ടം ഭൂമിയിലേക്ക് വീണ് നടന്നു പോകുന്ന ഒരു പട്ടി അവശിഷ്ടം വീണ് ആ ഭാഗത്ത് നക്കി കുടിച്ചിട്ട് ആ മദ്യത്തിന്റെ ഒരു അവശിഷ്ടം എങ്ങാനും പട്ടിയുടെ വയറ്റിലേക്ക് ചെന്നത്, ആ പട്ടി എങ്ങാനും മദ്യത്തിന്റെ അവശിഷ്ടം നക്കി കുടിച്ച പട്ടി ഒരു ഭാഗത്ത് മൂത്രമൊടിച്ചിട്ട് ആ മൂത്രമൊടിച്ച സ്ഥലത്തെങ്ങാനും ഒരു പള്ളി പണിതാൽ ആ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മദ്യത്തിനോട് രാജിയില്ലാത്ത, സന്ധിയില്ലാത്ത രാജി പ്രഖ്യാപിച്ച സയ്യിദുനാ അലിയുൽ മുർത്തള. മദ്യപിച്ചു മോന്തിയ ഒരു പട്ടി എങ്ങാനും മൂത്രമടിച്ചാലോ ആ മൂത്രമടിച്ച ഭാഗത്തൊരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിലെ നമസ്കാരം പോലും അനുവദനീയമല്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബാക്കൾ ഉണ്ടല്ലോ. ഖാതീലുൽ കുഫാരീന ളാരിബുൻ കൻ കതറൻ കതറാ അലി ഹൈദർ റസൂലുള്ളാഹി അൻഹു റളിയല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോയി, നബിയേ, അകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, ചോദ്യകർത്താവിന്റെ മറുപടി, ചോദ്യമൊന്ന്, അതിനേക്കാൾ ഫിറ്റായ മറുപടി പ്രവാചകന്റെ. അലിയെ ഭയക്കണ്ട, അത്ഭുതപ്പെടേണ്ട. ഫസയകൂനു അസദ്ദു മിൻഹു, ഇതിനേക്കാൾ അതിര് കടന്ന കാലമാ വരാനിരിക്കുന്നതെന്ന് വിശ്വഗുരുവേ, വിശ്വാചാര്യനെ, വിശ്വതിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ